കേരളത്തിലെ 2026 മെയ് മാസം 4-ാം തീയതി വോട്ടെണ്ണുമ്പോൾ ഒരുപക്ഷെ ഒരു അത്ഭുത കുട്ടി ജയിക്കാൻ സാധ്യതയുണ്ട്. അബ്ദുള്ള കുട്ടിയല്ല, ഒരു അത്ഭുത കുട്ടി ജയിക്കാൻ സാധ്യതയുണ്ട്. അതൊരു വനിതയാണ്. കണക്കുകൾ വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്, പക്ഷെ അല്ലാതെ നമുക്കിപ്പോൾ അത്ഭുതമൊന്നുമില്ല. വളരെ എൻഡിൽ കിടക്കുന്നൊരു മണ്ഡലമാണ് കാസർഗോഡ്. അവിടെ മോദി എഫക്റ്റ് ഇല്ലാതിരുന്ന കാലത്ത്, അതായത് BJPക്ക് വലിയ എഫക്റ്റ് ഒന്നും ഈ രാജ്യത്തോ ചന്ദ്രശേഖറും ഇല്ല, BJPക്ക് മോദിയും ഇല്ല, ഒന്നുമില്ലാത്തൊരു എഫക്റ്റ് ഇരുന്ന സ്ഥലത്തും 2011 കാസർഗോഡ് ജയലക്ഷ്മി ഭട്ട് എന്ന് പറയുന്ന വനിത 43,330 വോട്ട് പിടിച്ചു. IUML അതായത് UDF നെല്ലിക്കുന്ന് 53,000 എന്ന് പറഞ്ഞാൽ 10,000 വോട്ട് കൂടുതൽ പിടിച്ചു. അവിടെ പിന്നെ INL മറ്റേ ലീഗിൻ്റെ നാഷണൽ ലീഗ് LDF കൂടെ നിൽക്കുന്ന ലീഗ് 16,000 വോട്ട് പിടിച്ചു. ആലോചിക്കണം, 2011 2016 ആയപ്പോൾ നെല്ലിക്കുന്ന് 64,000 വോട്ട് പിടിച്ചു. നേരത്തെ 10,000 വോട്ട് കൂടുതൽ പിടിച്ചു. പക്ഷേ രവീഷ തന്ത്ര കുന്താർ 56,120 വോട്ട് പിടിച്ചു. എന്ന് പറഞ്ഞാൽ 64 പോയിട്ട് 56 പോയിട്ട് 66 പിടിച്ചില്ല, 8,000 വോട്ടായി. നേരത്തെ ഉണ്ടായിരുന്ന 10,000 നെല്ലിക്കുന്ന് പിടിച്ചത് പിന്നെ നെല്ലിക്കുന്ന് തന്നെ 8,000 മാറി. 21 വരുമ്പോൾ നെല്ലിക്കുന്ന് 63,000 വോട്ട് പിടിച്ചു. BJPയുടെ ശ്രീകാന്ത് 50,000 വോട്ട് പിടിച്ചു, 13,000 വോട്ട് പിടിച്ചു. INL 22,321 വോട്ടാണ് പിടിച്ചിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ നടക്കുന്ന മറ്റൊരു രസകരമായ കാര്യം, INLൻ്റെ ഷാനവാസ് പദൂർ എന്ന് പറയുന്നവൻ ഗില്ലാടിയാണ്. നല്ല വോട്ട് പിടിക്കാൻ സാധ്യതയുണ്ട്. ഒരു 10,000-40,000 വോട്ട് പിടിച്ചാൽ സ്വാഭാവികമായിട്ടും IUML കളത്ര മായിൻ ഹാജി അടിച്ചു പോകാൻ സാധ്യതയുണ്ട്. കളത്ര മായിൻ ഹാജി ജയിച്ചാൽ മന്ത്രിയാകാൻ സാധ്യതയുള്ളൊരു കാൻഡിഡേറ്റും കൂടെയാണ്. അതും നല്ല രസകരമാണ്. കളത്ര മായിൻ ഹാജി ജയിച്ചാൽ മന്ത്രിയാകും. പക്ഷേ അവിടെ BJPയുടെ ML അശ്വനി വലിയ മുന്നേറ്റം നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഫതക് ബംഗാര അങ്ങനെ 4 പേരാണ് മത്സരിക്കുന്നത്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് വേണ്ടി UDFന് കളത്ര മായിൻ ഹാജി, അതുപോലെ INLന് വേണ്ടി ഇന്ത്യൻ നാഷണൽ ലീഗിന് വേണ്ടി LDF ഭാഗത്ത് നിന്നുകൊണ്ട് ഷാനവാസ് പദൂർ. അദ്ദേഹം വളരെ വലിയ നേതാവാണ്. അദ്ദേഹം വലിയ വോട്ട് പിടിക്കുമെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ BJPയുടെ ML അശ്വനി ജയിക്കുവാനുള്ള സാധ്യതയുണ്ട്. ഇത് ഒരു കണക്ക് വെച്ചിട്ട് പറഞ്ഞതാണ്. 56,000 60,000 വോട്ടൊക്കെ പിടിക്കുന്ന ഒരു രീതിയിലേക്ക് വന്നിട്ടുണ്ട് BJP. അവിടെ ശക്തമായി BJPക്ക് സാന്നിധ്യമുള്ളൊരു പ്രദേശമാണ്. മുസ്ലിം ബെൽറ്റ് ആണെങ്കിൽ പോലും അവിടെ ശക്തമായി BJP വോട്ടുകൾ പിടിക്കുന്ന സ്ഥലമാണ്. 43,000 56,000 54,000 തുടങ്ങി വളരെ വലിയ വോട്ട് പിടിച്ചിട്ടുള്ള, അതായത് ഒരു 10-14 വോട്ടിന് താഴെ മുസ്ലിം ലീഗിനെ നിർത്തുന്ന രീതിയിൽ പലവട്ടം വോട്ട് പിടിച്ചിട്ടുള്ളൊരു മണ്ഡലമാണ് കാസർഗോഡ്. മഞ്ചേശ്വരം പോലെ തന്നെ മഞ്ചേശ്വരത്തും ഒരു അനിശ്ചിതത്വം പറയുന്നു. സുരേന്ദ്രൻ ജയിച്ചാൽ അത്ഭുതമില്ല എന്ന് പറയുന്നു. പക്ഷെ കാസർഗോഡ് BJP പോലും എഴുതി വച്ചിട്ടില്ല. BJPയെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അശ്വനിക്കുട്ടി ജയിക്കുമോ എന്ന് രാഷ്ട്രീയ കേരളം കൗതുകത്തോടെ നോക്കുന്നു. ആരുടെ കെയർ ഓഫിൽ? ഷാനവാസ് പദൂറിൻ്റെ കെയർ ഓഫിൽ ജയിക്കും എന്നുള്ളതാണ് ഇപ്പോൾ അവിടെ നിന്ന് കിട്ടുന്ന റിപ്പോർട്ടുകൾ. ഒരുപക്ഷെ UDFനുള്ളൊരു ട്രെൻഡും തരംഗവും ഒക്കെ വന്ന് മുസ്ലിം കൺസോൾട്ടേഷനൊക്കെ വരികയാണെങ്കിൽ കളത്ര മൈൻ ഹാജി ജയിക്കും. അല്ലെങ്കിൽ തീർച്ചയായിട്ടും അശ്വനി ജയിക്കാനുള്ള സാധ്യത നമുക്ക് എഴുതി കളയാൻ കഴിയില്ല. മഞ്ചേശ്വരത്തായിരുന്നെങ്കിൽ കുറച്ചുകൂടി അശ്വനി തീർച്ചയായിട്ടും വോട്ട് പിടിക്കുമായിരുന്നു. പക്ഷെ കാസർഗോഡാണെങ്കിലും അവർ വോട്ട് പിടിക്കും. വളരെ വലിയ വടക്കൻ മലബാറിലെ വലിയ ഒരു BJP വനിതാ നേതാവാണ്. തുളുവും കന്നഡയും കർണാടകവും ആന്ധ്രയും എല്ലാം ഭാഷകളും ഒക്കെ അറിയാവുന്നുള്ള, മലയാളം ഇംഗ്ലീഷ് ഹിന്ദിയൊക്കെ അറിയാവുന്ന ബഹുഭാഷ, ഒരുപാട് ഭാഷകൾ അറിയാവുന്നുള്ള, എല്ലാത്തിലും സംസാരിക്കുന്ന വളരെ വളരെ പക്വതയുള്ളൊരു നേതാവാണ് അശ്വനി. അവർ ജയിച്ച് കയറും എന്നുള്ള റിപ്പോർട്ടുകളും കാസർഗോഡ് നിന്ന് വന്നുകൊണ്ടിരിക്കുന്നു. ഈ കണ്ടീഷനാണെങ്കിൽ ഷാനവാസ് പദൂർ നല്ല വോട്ട് പിടിച്ചാൽ തീർച്ചയായിട്ടും അത് മുസ്ലിം വോട്ടുകളായിരിക്കും കൂടുതൽ പിടിക്കുന്നത്. അങ്ങനെ വന്നാൽ അശ്വനി ജയിക്കുവാനുള്ള എല്ലാ സാധ്യതയും വളരെ കൂടുതലാണ്.